നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വെൻ യു ആർ ഡൗൺ ടു 5 യു ആർ ബേസിക്കലി ഡെഡ്. But this team once again showed character, willpower and most importantly self-belief. ബയൺ മ്യൂണിക്കിൻ്റെ ബാഗ്ഡസ് പ്രിൻസസിലെ മടങ്ങി വരവിനെ പുകഴ്ത്തുകയാണ് അവരുടെ CEO യാൻ ക്രിസ്ത്യൻ ഡ്രേസൻ. വിൻസെൻ്റ് കോമ്പനിയും ഇതുപോലെ സംസാരിക്കുന്നുണ്ട്. ശരിയല്ലേ അത്? 5-2 പുറകിൽ പോയി ആദ്യ പാദത്തിൽ അവിടെ തീർന്ന് എന്ന് കരുതുന്നതിന് പകരം അതിശക്തമായിട്ട് തിരിച്ചടിക്കുന്ന ബയൺ മ്യൂണിക്ക്. രണ്ട് ടീമിൻ്റെയും ക്വാളിറ്റി വളരെ വളരെ ഹൈ ലെവലാണ്. ഒസ്മാൻ ഡെംബെലെ പറയുന്നുണ്ട് കളിയുടെ അവസാനത്ത് ഞങ്ങളൊന്ന് കളി നിർത്തിയോ എന്ന് സംശയമുണ്ട്. അതാണ് ഈ കളി. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും കയറിയും ഇറങ്ങിയുമുള്ള പോരാട്ടം. CEO യാൻ ക്രിസ്ത്യൻ ഡ്രേസൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ ആദ്യം നോക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇത് പോസ്റ്റ് മാച്ച് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ, അതായത് താരങ്ങളുടെ ഡിന്നർ, കളിക്ക് ശേഷമുള്ള ഡിന്നർ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് CEO ഇത് പറയുന്നത്. ബയൻ്റെ CEO പറയുന്നു, നമ്മൾ 2-5 പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ അവിടെ തീരേണ്ടതാണ്. ബേസിക്കലി യു ആർ ബേസിക്കലി ഡെഡ്. പക്ഷേ ഈ ടീം ഒരിക്കൽ കൂടി ഈ ടീമിൻ്റെ ക്യാരക്ടർ എന്താണ്, വിൽ പവർ എന്താണ്, ഏറ്റവും പ്രധാനം സെൽഫ് ബിലീഫ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും അത് എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. അടുത്ത ആഴ്ച നമ്മുടെ ഫാൻസിന് മുന്നിൽ അലിയൻസ് അരീനയിൽ നമുക്ക് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ ഞാൻ കരുതുന്നു വിജയിക്കാൻ പറ്റും. വി ക്യാൻ അച്ചീവ് ബിഗ് തിങ്സ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് CEO യാൻ ക്രിസ്ത്യൻ ഡ്രേസൻ പറയുന്നു. ഏതായാലും ഇത് ഒരു വൻ വിജയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. 2-5 എന്നുള്ളത് 4-5 ആക്കി ജയിച്ചത് ശരിയാണ്, PSG ആണ്. എന്നാൽ ബയണിന് ഇത് വൻ വിജയം എന്ന് പറയാൻ കാരണം എന്താ? 2-5 ഒരു കടവും കൊണ്ടാണ് വന്നതെങ്കിൽ പിന്നെ പെട്ടേനെ. ഇപ്പോൾ ബേസിക്കലി 1-0 ആയിട്ടുള്ളൂ. രണ്ടാം പാദം തുടങ്ങുമ്പോൾ 1-0 എന്ന് പറയാം. അങ്ങനെയാണ്. അതാണ് കോച്ച് വിൻസെൻ്റ് കോമ്പനി ഇന്നലെ പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, നോർമലി നമ്മൾ ഇത്ര ഗോളുകൾ കൺസീഡ് ചെയ്യുമ്പോൾ 5 ഗോളുകൾ സെമി ഫൈനലിൽ നിങ്ങൾ കൺസീഡ് ചെയ്താൽ യു ആർ ഔട്ട്. അതാണ് വരിക. പക്ഷേ ഞങ്ങൾ 4 ഗോളുകൾ തിരികെ അടിച്ചു. കൂടുതലടിക്കാമായിരുന്നു. അറ്റ് 5-2 തീർച്ചയായിട്ടും അങ്ങനെയാണ് ഈ കളി അവസാനിച്ചിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നേനെ, രണ്ടാം പാദം ബുദ്ധിമുട്ടായേനെ. പക്ഷേ ബട്ട് നൗ ഇറ്റ്സ് ബേസിക്കലി 1-0. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 1-0 ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച അലിയൻസ് അറീനയിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വളരെ ക്രേസി ആയിരിക്കും. ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കവിടെ വിജയിക്കേണ്ടതുണ്ട് എന്ന്. ആബ്സല്യൂട്ട്ലി എവറിത്തിങ് ഞങ്ങൾ കളിക്കളത്തിൽ കൊടുക്കും. ഞങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റിയുടെ കളിക്കളത്തിൽ മരിക്കാൻ പോലും തയ്യാറായിട്ടായിരിക്കും ഞങ്ങൾ ഇറങ്ങുക. വി ബിലീവ് ഏത് വിൻസെൻ്റ് കോമ്പനിയും പറയുമ്പോൾ രണ്ടാം പാദ മത്സരം ഒരു വല്ലാത്ത പോരാട്ടമായിരിക്കുമെങ്കിൽ അലിയൻസ് അരീനയിൽ എന്ന കാര്യം ഉറപ്പാണ്. അതേസമയം ലൂയിസ് എൻട്രിക്ക് പറയുന്നുണ്ട്, അലിയൻസ് അരീന ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകിയിട്ടുള്ള ഗ്രൗണ്ടാണ്. അവിടെയാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ കിരീടം ഉയർത്തിയത്. സോ ഞങ്ങൾ അവിടെ ചെല്ലുന്നത് ജയിക്കാൻ തന്നെയാണെന്ന് ലൂയിസ് എൻട്രിക്കയും പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു തീപ്പൊരി പോരാട്ടം വേണം പ്രതീക്ഷിക്കാൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.